നമസ്കാരം. സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ്റെ വീടുകളിലെന്ന് തന്നെ പറയണം. കാരണം അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിലും അദ്ദേഹത്തിൻ്റെ മരുമകനായ റിയാസിൻ്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട്ടിലും എല്ലാം ഒരേ സമയം ED റെയ്ഡുകൾ നടക്കുകയാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇന്ന് പകൽ ഒരേ സമയത്തുള്ള ഈ റെയ്ഡിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടു കൂടി തന്നെ വൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി തന്നെ ED ചെയ്യുന്ന ഒരു റെയ്ഡാണിത്, അല്ലെങ്കിൽ റെയ്ഡുകളാണിത്. ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് മാസപ്പടി വിവാദവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡിൻ്റെ കാര്യങ്ങൾ ED മുന്നോട്ട് നീക്കുന്നത്. മാസപ്പടി വിവാദം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. CMRL എന്ന കമ്പനിയുമായി ശശിധര കർത്ത എന്ന വിവാദ വ്യവസായിയുടെ, കരിമണൽ കർത്ത എന്ന് പലപ്പോഴും മാധ്യമങ്ങളും ട്രോളന്മാരും ഒക്കെ വിശേഷിപ്പിക്കുന്ന ശശിധര കർത്തയുടെ കമ്പനിയായ CMRL നിന്ന് പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനി അനധികൃതമായി പണം കൈപ്പറ്റി കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകൾ ഈ കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നുള്ളൊരു സംശയം. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ED ഈ കേസുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ കേസിൻ്റെ സമൻസും FIRും എല്ലാം റദ്ദാക്കണമെന്ന് ആവശ്യവുമായി ശശിധര കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ആ ഒരു അപേക്ഷ തള്ളിയിരുന്നു. EDക്ക് കേസുമായി മുന്നോട്ട് പോകാമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റെയ്ഡുകൾ നടക്കുന്നത്. റെയ്ഡുകൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല സുപ്രധാനമായ വിവരം, വീണ വിജയനെ ED ചോദ്യം ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ നമുക്കറിയുവാൻ കഴിയുന്നത്. അറസ്റ്റ് ഉണ്ടായേക്കുമോ എന്നുള്ളൊരു ഭയപ്പാട് പിണറായിയുടെ കുടുംബത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താവളങ്ങളിലും നിലവിലുണ്ട് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായേക്കാം. അറസ്റ്റ് ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. പക്ഷേ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം. ED യാതൊരു സ്ഥിരീകരണവും അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നൽകിയിട്ടില്ല ഈ നിമിഷം വരെ. പക്ഷേ വളരെയധികം ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നാണ്. ഒരേ സമയം ഈ വീടുകളിലെല്ലാം ആലോചിച്ച് നോക്കൂ, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ 3 ജില്ലകളിലാണ് ഒരേ സമയം റെയ്ഡുകൾ നടക്കുന്നത്. അതും പിണറായി വിജയനെ പോലൊരു രാഷ്ട്രീയ നേതാവിൻ്റെ വീടുകളിൽ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധമുള്ള വീടുകളിൽ. ഈ റെയ്ഡുകളുടെ പശ്ചാത്തലം പ്രേക്ഷകരൊന്ന് പിന്നോക്കം ചിന്തിച്ചാൽ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള സർവ്വ സജ്ജീകരണങ്ങളും അധികാരവും എല്ലാം ഉപയോഗിച്ച് ഈ റെയ്ഡുകളെ തടയുവാനും അല്ലെങ്കിൽ കേസുകൾ നീട്ടിവെക്കുവാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം അധികാരത്തിൽ നിന്ന് നിഷ്കാസിതനായ ശേഷം പ്രതിപക്ഷ നേതാവ് എന്നുള്ളൊരു സംരക്ഷണമെങ്കിലും തനിക്ക്, പ്രതിപക്ഷ നേതാവിനും ഒരു അല്പസ്വല്പമൊക്കെ നിയമപരമായിട്ടുള്ളൊരു സംരക്ഷണം ലഭിക്കും. മുഖ്യമന്ത്രിക്കുള്ള അത്രയും ഇല്ലെങ്കിൽ പോലും ഒരുപക്ഷെ മന്ത്രി, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പദവിയാണല്ലോ പ്രതിപക്ഷ നേതാവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു വാശി എന്നതുപോലെ പ്രതിപക്ഷ നേതാവ് താൻ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു നയം മുന്നോട്ട് വെച്ച് പാർട്ടിക്കുള്ളിൽ കരുക്കൾ നീക്കി പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ചുമതലയേറ്റത് എന്ന് എതിരാളികൾ പറയുന്നു. അതിനെ സാധൂകരിക്കത്തക്ക പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിയായിരിക്കെ ഉണ്ടായിട്ടുണ്ട് താനും. ഈ കേസിനെ സംബന്ധിച്ച് ഇതിൻ്റെ പ്രസക്തി മറ്റൊരു തലത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ക്ഷുഭിതനാവുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പരാമർശിച്ച് ആരെങ്കിലും എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ്. ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അഴിമതി പോലുള്ള ആരോപണങ്ങളാണ്. മറ്റ് ഈ മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടിക്കാർ ഉന്നയിച്ച വൃത്തികെട്ട ആരോപണങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മാത്യു കുഴൽനാടനെ പോലുള്ളവർ നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ മാസപ്പടി കേസ്. ആ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെയധികം ക്ഷുഭിതനായ പിണറായി വിജയനെ പലപ്പോഴും നാം ക്യാമറകളിലൂടെ കണ്ടിട്ടുണ്ട്, ദൃശ്യമാധ്യമങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. വളരെയധികം ക്ഷുഭിതനായി സ്വന്തം മകളെ സംരക്ഷിക്കുവാനുള്ളൊരു അച്ഛൻ്റെ ഒരു വ്യഗ്രത, അതിനുമപ്പുറം ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു പകയോടെയുള്ള നോട്ടങ്ങളും വാക്കുകളും നാം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടിട്ടുണ്ട്. അവിടെയാണ് ED ഇപ്പോൾ കടന്നു ചെന്നിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വീണ വിജയൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ EDയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകുവാൻ വീണ വിജയന് സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീണ്ടേക്കാം. മറുവശത്ത് ശശിധര കർത്തയുടെ നേർക്കും EDയുടെ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ED കുറച്ചുകൂടി രഹസ്യമായിട്ടാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ചോദ്യം ചെയ്യലോ റെയ്ഡോ
അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നതിന് മുമ്പ് തന്നെ ശശിധര കർത്തയുടെ അറസ്റ്റ് ഉണ്ടായേക്കാം എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ശശിധര കർത്തയുടെ അറസ്റ്റിന് ശേഷമായിരിക്കാം വീണ വിജയനെ അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഇ ഡി തീരുമാനമെടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയൻ്റെ അധികാരത്തിൽ നിന്നുള്ള പടിയിറക്കത്തിൻ്റെ തൊട്ടു പിന്നാലെയുള്ള ഇ ഡി റെയ്ഡ് കേരള രാഷ്ട്രീയത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്കൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തോട് കേന്ദ്രത്തിലുള്ള BJP പകവീട്ടുകയാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിക്കുവാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ അടുത്ത കേരളത്തിൽ തിരഞ്ഞെടുപ്പുമില്ലല്ലോ. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ, അതായത് കരിമണൽ കർത്ത എന്ന് എതിരാളികൾ വിളിക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ശശിധര കർത്തയുടെ ഹൈക്കോടതിയിലെ അപേക്ഷ തള്ളിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സമൻസും FIRും എല്ലാം റദ്ദ് ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ അപേക്ഷ ഹൈക്കോടതി നിരുപാധികം തള്ളിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റെയ്ഡുകൾ നടക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പുകളൊന്നുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ കവചം സൃഷ്ടിക്കുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യമല്ല. ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപാർട്ടി വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത് ഇപ്പോൾ പിണറായി വിജയന് വേണ്ടി അത്തരത്തിലൊരു സംരക്ഷണ വലയം ഒരുക്കുന്നതിൽ പാർട്ടിയിലെ പല ശക്തന്മാരെന്ന് പറയുന്നത് ഇപ്പോഴും പാർട്ടിയിൽ സർവശക്തൻ പിണറായി വിജയൻ തന്നെയാണ്. പക്ഷേ അധികാരത്തിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ഇല്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ശക്തി തങ്ങൾക്കുമുണ്ടെന്നുള്ള ഭാവത്തിൽ പലരും തലയുയർത്തി തുടങ്ങിയിട്ടുണ്ട്. അത് കാലത്തിൻ്റെ ഒരു നീതി മാത്രമാണ്. കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്ന സ്വാഭാവികമായൊരു പ്രക്രിയ മാത്രമാണ്. അത്തരത്തിലുള്ള ശക്തന്മാരിൽ പലർക്കും ഇപ്പോൾ പിണറായി വിജയനൊരു സംരക്ഷണം ഒരുക്കുന്നതിനോട് വലിയ യോജിപ്പില്ല എന്നാണ് പാർട്ടിയുടെ ആന്തരിക വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. അത് ഒരുപക്ഷെ സത്യവുമായിരിക്കാം. കാരണം ഈ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂലങ്കുഷമായ വിശകലനങ്ങൾ നടക്കുന്ന വേളയിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും പ്രാദേശിക കമ്മിറ്റികളിൽ നിന്നും ഉയർന്ന വാർത്തകൾ തത്വമേ ന്യൂസ് തന്നെ പ്രേക്ഷകരോട് ഇതിനോടകം പങ്കുവച്ചിട്ടുള്ളതാണ്. രൂക്ഷമായ വിമർശനമെന്ന് വെച്ചാൽ ഇന്നോളം പിണറായി വിജയൻ്റെ നേരെ ഉയരാത്ത തരത്തിലുള്ള ഭാഷകളും വിമർശനങ്ങളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് സംരക്ഷണ വലയം ഒരുക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ രണ്ടഭിപ്രായമുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകരോട് ഉറപ്പായിട്ട് ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ തുടരുന്ന കാലത്തോളം അദ്ദേഹത്തിന് ചുറ്റും ഒരു സംരക്ഷണ വലയം ഒരുക്കേണ്ടത് പാർട്ടിയുടെ ഒരു ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി അത് ചെയ്യും. അതിന് എന്ത് ന്യായമായിരിക്കും അവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ പകവീട്ടൽ, ഇതൊന്നും ബാധകമാകില്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ. എന്തായാലും വീണ വിജയൻ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശശിധര കർത്ത ഒരുപക്ഷെ അറസ്റ്റിലായേക്കാം. വീണ വിജയൻ അറസ്റ്റിലാവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടേക്കാം. പിണറായി വിജയനിലേക്ക് നിയമത്തിൻ്റെ കരങ്ങൾ എത്തിയേക്കാം. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഈ നിമിഷത്തിൽ ഒന്നും പ്രവചിക്കുക സാധ്യമല്ല. ഒരുപക്ഷെ ഉണ്ടായേക്കാം. എന്തായാലും വാർത്ത കൃത്യമായി തന്നെ തത്വമേ ന്യൂസ് പിന്തുടരുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ പുറത്ത് ഇ.ഡി. ലഭ്യമാക്കുന്ന വിവരങ്ങൾക്കപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ലഭ്യമാക്കുവാൻ നമ്മുടെ സ്രോതസ്സുകളുമായി ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടല്ല, പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കണമെന്ന് തോന്നി. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിശകലനങ്ങൾ ഈ വിഷയത്തിൽ ആവശ്യമായി വരും. അങ്ങനെ ഈ വിഷയത്തിലെ വിശകലനങ്ങൾ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ പ്രേക്ഷകരുടെ ഒരു സംവാദവും അക്കാര്യത്തിൽ ആവശ്യമായി വരും. കാരണം നിങ്ങളുടെ ഒരു അഭിപ്രായമുണ്ടല്ലോ, അതും ഇത്തരത്തിലുള്ള വിശകലനങ്ങളെ കൃത്യമായി സ്വാധീനിക്കും. അതാണ് പലപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം സംവാദങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളവ. അവ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.